ഹലോ ഗൈസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. അത് എത്ര ആൾക്കാരത് ശ്രദ്ധിക്കുന്നുണ്ട്, എത്ര ആൾക്കാർക്ക് അത് അറിയാണ്ട് ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതോ എല്ലാവരും ആ ഒരു ടോപ്പിക്കിനെ കൺസേൺ ആയിട്ടാണ് എടുക്കുന്നത്, വെറും സില്ലി ആയിട്ടാണ് എടുക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് നിന്ന് ഞാനിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ജേണി, ഞാൻ വന്ന ആ ജേണി, ഞാനതെങ്ങനെയാണ് ആ ഒരു കാര്യത്തിന് ഒരു സൈക്കോളജിക്കൽ ടോപ്പിക്കാണത്, ഞാൻ ആ കാര്യത്തിന് എങ്ങനെ എടുത്തു, എനിക്ക് വന്ന എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഓൾ യു നോ ദാറ്റ് നമ്മളെല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഇൻഫ്ലുവൻസിങ്ങിലാണ്, റൈറ്റ്? എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഇൻഫ്ലുവൻസിങ് സിനാരിയോയിലാണ്. നമ്മളെല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ലേൺ ചെയ്ത് നമ്മൾ പെർഫെക്റ്റ് ആവുന്നത് അതിലാണ്. ബട്ട് ദിസ് ഇൻഫ്ലുവൻസർ ആൻഡ് ഇവിടെ രണ്ട് കാര്യങ്ങൾ നടക്കുന്നത്. ഒന്ന്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മളും, അതായത് ഇൻഫ്ലുവൻസർ എന്നുള്ള അതായത് ഒരാളെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചെയ്യുന്ന ഒരാളും ചെയ്യപ്പെടുന്ന ഒരാളും, ഈ രണ്ടാൾക്കാരുണ്ട്. ഈ ചെയ്യപ്പെടുന്ന ആളായിരിക്കും അറ്റ് ദി എൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ബിഗിനർ. ചെയ്യുന്ന ഒരാൾ മേ ബി സം കൈൻഡ് ഓഫ് ഒരു ഡെയിലി ട്രേഡ് ചെയ്യുന്ന ഒരാളായിരിക്കാം, ഓർ സംതിങ്, ആൻഡ് എന്താ പറയുക, അക്കാഡമി നടത്തുന്ന ഒരാളായിരിക്കാം. ഞാൻ ഒരിക്കലും ആരും കുറ്റം പറയുന്നതല്ല. ബട്ട് റിയാലിറ്റി എങ്ങനെ ഹിറ്റാവുന്നു, എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങളടുത്ത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ആലോചിക്കുന്നത്. അപ്പോൾ അതായത് മെയിൻ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസിങ് ആണ്, റൈറ്റ്? അപ്പോൾ ഞാനതൊരു ജസ്റ്റ് സ്റ്റാർട്ട് മെത്തേഡ് വെച്ചിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ലൈക്ക് നമ്മളെപ്പോഴും ട്രേഡിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ചാർട്ടിലൂടെ തന്നെ ഇത് കൊണ്ടുപോകണമല്ലോ, റൈറ്റ്? അത്ര ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സോ ഇൻഫ്ലുവൻസിങ്, എത്ര ആൾക്കാർ ഇതിനെക്കുറിച്ച് ഓവറായിട്ട് കൺസേൺ ആവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ബട്ട് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ഇത് കാരണം കൊണ്ടല്ല, അറ്റ് ദ ബിഗിനിങ് സ്റ്റേജ് നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യുന്നത് ആസ് എ ബിഗിനർ നമ്മൾ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഞാനായാലും സീരിയസ്ലി എനിക്ക് ഒരുപാട് സ്റ്റാർട്ടിങ് ടൈമിൽ ഒരുപാട് 2-3 ടൈപ്പ് സ്ട്രാറ്റജീസ്, അല്ലെങ്കിൽ എനിക്കൊരു പെർഫെക്ഷൻ കിട്ടുകയാണ്. ഞാൻ അറ്റ് ദി എൻഡ് ഒരൊറ്റ മെത്തേഡിൽ ആൻഡ് ഒരാളെ തന്നെ ഫോളോ അപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പം ഞാൻ ആ ഒരാളെ ബിഗിനിങ് സ്റ്റേജിൽ ഫോളോ അപ്പ് ചെയ്തപ്പോൾ എനിക്ക് നല്ല ക്ലാരിഫിക്കേഷൻ കിട്ടി, എനിക്ക് നല്ല പെർഫെക്ഷൻ കിട്ടി, ആൻഡ് എനിക്കെല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ ഫീൽ ചെയ്തു, റൈറ്റ്? ആൻഡ് ഞാനൊരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിലോട്ട് എത്തി. അതായത് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ റിയൽ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബിഗിനിങ് സ്റ്റേജ് ഞാൻ ഓൺലി ട്രൈ ടു ഡു പേപ്പർ ട്രേഡിങ് ഓർ സംതിങ്, ട്രേഡിങ് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. റിയൽ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിലാണുള്ളത്. ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ട്രേഡ് ചെയ്യും, ആൻഡ് സ്റ്റിൽ വി ആർ ഫോളോയിങ് ദ ഇൻഫ്ലുവൻസർ. ഓക്കെ, ഇൻഫ്ലുവൻസറെ നമ്മൾ എന്ത് ചെയ്യും, ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്ത് ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരിക്കലും തെറ്റെന്ന് ഞാൻ പറയത്തില്ല, ബിക്കോസ് നമ്മളൊക്കെ ലേൺ ചെയ്യുന്നത് അവിടെ നിന്നാണ്. പക്ഷേ ട്രാപ്പ് ഒളിഞ്ഞു കിടക്കുന്നത് ആ ഒരു സ്റ്റേജിലല്ല. ലൈക്ക് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസേഴ്സിനെ ഫോളോ അപ്പ് ചെയ്ത് നമുക്കൊരു 1 to 3 months ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, നല്ല റിസൾട്ട്സ് നമുക്ക് കിട്ടുമ്പോൾ ഓക്കെ നമ്മൾ വിചാരിക്കും ഓക്കെ ഐ ആം ജസ്റ്റ് ഗുഡ്, ഞാൻ ഈ ട്രേഡിങ് പഠിച്ചു തുടങ്ങിയിട്ട് എനിക്ക് ഓക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ മൈൻഡ് സെറ്റിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യും ഒരു സിറ്റുവേഷൻ, എന്ത് ഐ ക്യാൻ അനലൈസ് മൈ സെൽഫ് എന്നുള്ളൊരു കാര്യം, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷൻ നമ്മളുള്ളിൽ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങും. ഓക്കെ, ഈ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്താണ് ഇതിൻ്റെ യഥാർത്ഥ ഡേഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസറെ കുറ്റം പറയുന്നില്ല, ബട്ട് നമ്മളെ സൈക്കോളജി, നമ്മളെ ബ്രെയിൻ ഇങ്ങനെ ഈ ഒരു കാര്യത്തിനോട് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു റിയാലിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ സ്റ്റേജാണ് നമ്മൾ ഒരു അത്യാവശ്യം പ്രൊഫഷണലായിട്ട് ഒരു സ്റ്റേജ് വരും. അതായത് ഓക്കെയാണ്, എനിക്ക് ഇനി ട്രേഡ് ചെയ്ത് അതായത് ഒരു ഡെയിലി ബേസിൽ എനിക്ക് പോവാം എന്നുള്ളൊരു കണ്ടീഷനിലോട്ട് നമ്മളെത്തി, നമ്മൾ സ്വയം അനലൈസ് ചെയ്യുന്നൊരു കണ്ടീഷനിലോട്ട് വരും. അപ്പോൾ അതായത് ഈ 2 സ്റ്റേജിലും നമ്മൾ ഫോളോ അപ്പ് ചെയ്തൊരു വ്യക്തിനെ മാത്രമായിരിക്കാം മേ ബി നമ്മളെല്ലാവരും അറ്റ് ദി എൻഡ് എത്തുന്നത്. മേ ബി ആൾക്കാർ കോഴ്സ് ബൈ ചെയ്തിട്ടാവാം, ആൻഡ് മേ ബി കോഴ്സ് ഒന്നും ഇല്ലാണ്ട് നല്ലൊരു റിയൽ എഡ്ജ് ഫൈൻഡ് ഔട്ട് ചെയ്ത് മേ ബി ആ വ്യക്തിനെ ഫോളോ അപ്പ് ചെയ്യുന്നതാവാം. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഏത് രീതിയിലാണ് കംഫർട്ടബിലിറ്റിയാണ് കിട്ടുന്നത് ആ രീതിയിലായിരിക്കാം. പക്ഷേ ഈ പ്രൊഫഷണൽ സ്റ്റേജിലെത്തുമ്പോൾ, അതായത് മേ ബി ഒരു റിയൽ ട്രേഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത് 3-4 months ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രൊഫഷണൽ, കാരണം നമ്മുടെ ഉള്ളിലോട്ടൊരു ഫീല് വരും, ഓക്കെ എല്ലാം ഡൺ ആയിട്ടുണ്ട്, അപ്പോൾ എനിക്ക് ഒറ്റയ്ക്കൊന്ന് അനലൈസ് ചെയ്യണം, എനിക്ക് ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്യണം. ആൻഡ് നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെയാണ് റിയൽ ട്രാപ്പ് മാർക്കറ്റിൽ, അതായത് നമ്മളെ സൈക്കോളജിക്കൽ ട്രാപ്പ് ക്രിയേറ്റ് ആവുക. 1-2 days ഒക്കെ എന്ത് ചെയ്യും, മേ ബി റൈറ്റ് ആവും. ഏതെങ്കിലും ഒരു ദിവസം റോങ് ആകുമ്പം നമുക്ക് വലിയ നെഗറ്റീവ് ഉണ്ടല്ലോ, നമ്മൾ നേരെ എന്ത് ചെയ്യും, നമ്മളെ ബ്രെയിൻ ഹിറ്റ് ആവുന്നത് നേരെ ഇൻഫ്ലുവൻസറുടെ അടുത്തോട്ട് പോകും. ഒന്നെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി ആ വ്യക്തിയോട് ചോദിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ കാണാം. അപ്പോൾ അവിടെ നമ്മൾ നോക്കും
എനിക്ക് എവിടെ മിസ്റ്റേക്ക് പറ്റിയതെന്ന് ആദ്യം നമ്മുടെ സ്റ്റേജ് എന്തായിരിക്കും, ആ മിസ്റ്റേക്ക് ഐഡൻറ്റിഫൈ ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് മിസ്റ്റേക്ക് പറ്റിയത്, അപ്പോൾ നാളെ മുതൽ അത് റിപ്പീറ്റ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്ട് നോക്കും. പിറ്റത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യും, ട്രേഡ് ചെയ്യുമ്പോൾ മേ ബി ലോസ് വരും. ലോസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടാവുക, നമ്മൾ മിസ്റ്റേക്ക് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, നമ്മളെ വ്യൂ ചേഞ്ച് ആയി പോകും. അപ്പം എങ്ങനെ വ്യൂ ചേഞ്ച് ആയി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോൺസെൻട്രേഷൻ സ്റ്റിൽ എവിടെ കിടക്കുന്നത്, നോട്ട് അറ്റ് ഓൾ ഇൻ മാർക്കറ്റ്, ആ ഒരു വ്യക്തിയിലാണ് നമ്മളെ കോൺസെൻട്രേഷൻ കിടക്കുക. അതായത് ഈ രണ്ടാമത്തെ ദിവസം നമുക്ക് ലോസ് വന്ന് മൂന്നാമത്തെ നമ്മൾ എന്ത് ചെയ്യും, മേ ബി നമ്മൾ ഒറ്റയ്ക്ക് അനലൈസ് ചെയ്യാൻ നോക്കും. പക്ഷേ നമ്മളെ മൈൻഡ് സെറ്റ് സ്റ്റക്കായി കിടക്കുന്നത് ആ വ്യക്തിയിലാണ്. ആ വ്യക്തി എങ്ങനെ ചെയ്തെന്നുള്ളിടത്ത് സ്റ്റക്കായിട്ട് കിടക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും, സൈലൻ്റ്ലി നമ്മൾ ആ ഒരു സ്റ്റേജിലോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, അതായത് ആ ട്രാപ്പിംഗ് സ്റ്റേജിലോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പിന്നെന്ത് ചെയ്യും, മൂന്നാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്തേക്കാം, ഞാൻ പ്രൊഫഷണൽ ആയതല്ലേ, അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ നല്ലൊരു റിയൽ ട്രേഡ് സ്റ്റാർട്ട് ചെയ്താണ്, എനിക്ക് മിസ് ചെയ്യാൻ പാടില്ല, അപ്പോൾ ഒന്ന് നമുക്ക് ഫോളോ അപ്പ് ചെയ്തേക്കാം. ഒരു 1 month ഒക്കെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഓക്കെ ആവും. അപ്പോൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഫസ്റ്റ് ദിവസം ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, റൈറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആവും. സെക്കൻഡ് ഡേയ്സും നമ്മൾ എന്ത് ചെയ്യും, ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് ആയിട്ട് കിട്ടും. തേർഡ് റോ മുതൽ മാർക്കറ്റിൽ എന്ത് ചെയ്യും, സിറ്റുവേഷൻ മാറും. അതായത് ആ വ്യക്തിക്ക് എന്ത് ചെയ്യും, ലോസ് വരുന്നൊരു കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ലോസ് ഇൻഡാക്ട് ചെയ്യും. ആൻഡ് ഫോർത്ത് റോയിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നമ്മൾ ലോസ് ബുക്ക് ചെയ്യും. കാരണം ഈ കണ്ടീഷനിലൊക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത് ആ വ്യക്തിനായിരിക്കും. അപ്പോൾ ഇത് ആ സ്റ്റേജിൽ കൂടെ ഇങ്ങനെ കടന്നു പോകും. പിന്നെ ഈ 2 ദിവസം വന്ന് 2 ദിവസം ലോസ് വരുന്നു, അതിന് മുന്നത്തെ ദിവസം ലോസ് വരുന്നു, പിന്നെ നമ്മളെ ഉള്ളിൽ വേറൊരു ഗട്ട് ഫീലിംഗ് വരും. ഇനി ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുക, വെറുതെ കാര്യമില്ല, എന്തിനാണ് വെറുതെ, അയാളെ മൈൻഡ് സെറ്റ് വേറെ, എൻ്റെ മൈൻഡ് സെറ്റ് വേറെയാണ്. അപ്പോൾ നമ്മളിത് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യാൻ നമ്മളൊരു അനലൈസ്, നമ്മളൊരു പോയിൻ്റ് ഓഫ് വ്യൂ മാർക്കറ്റിനെ ക്രിയേറ്റ് ചെയ്യും. അതായത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ലോസ് അടിക്കും. അപ്പോൾ നമ്മളെ മൈൻഡ് സെറ്റ് അവിടെ സ്റ്റക്കായിട്ട് കിടക്കുക. നമ്മൾ വന്ന മാർക്കറ്റിന് റീഡ് ചെയ്ത് എററിലല്ല കിടക്കുക. ഈ മുന്നേ ചെയ്ത ഇൻഫ്ലുവൻസും ആൻഡ് കാര്യങ്ങൾ നമ്മൾ നേരെ വീണ്ടും എന്ത് ചെയ്യും, ആ ഇൻഫ്ലുവൻസിങ് സിറ്റുവേഷനിലോട്ട് പോകും. അവിടെ നോക്കുമ്പോൾ അയാളെടുത്ത ട്രേഡ് റൈറ്റ് ആയിരിക്കും ആൻഡ് നമ്മളെടുത്ത് റോങ് ആണ്. അപ്പോൾ നമ്മളെ ബ്രെയിൻ വീണ്ടും എന്ത് ഹിറ്റാവും, റിഗ്രറ്റ് ഹിറ്റാവും. ഒന്നാ വീഡിയോ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് പ്രോഫിറ്റബിലിറ്റി കിട്ടിയേനെ. ഈ ഒരു കാര്യം ഇതൊരു ലൂപ്പായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ലൂപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് പറയുന്നത്, ഞാൻ ഒരിക്കലും അതിൻ്റെതാക്കി പറയുന്നില്ല. ഒരു ലൂപ്പായിട്ട് ബാർ ഇതിങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ആവാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ആൻസറേ ഉള്ളൂ, സ്റ്റോപ്പ് ഇൻഫ്ലുവൻസിങ് വെൻ യു ഫീൽ ലൈക്ക് ഐ എം ജസ്റ്റ് സ്റ്റാർട്ട് ടു എന്താ പറയുക, യുവർ സെൽഫായിട്ട് നമുക്ക് ഒറ്റയ്ക്കായിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള കണ്ടീഷനായി കഴിഞ്ഞാൽ കംപ്ലീറ്റ് കട്ട് ഓഫ് ചെയ്യുക. ഓക്കെ, കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യുക. കാരണം അപ്പം നിങ്ങൾക്ക് തോന്നും ശരിക്കും ഞാൻ ലേൺ ചെയ്യല്ലേ. കാരണം മാർക്കറ്റിന് എന്തില്ല, മാർക്കറ്റിന് ഒരു 10 വർഷം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളെന്നില്ല, 1 year എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളെന്നില്ല. മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നത് പേഷ്യൻസിനെയും ഈ പറഞ്ഞ പോലെ തന്നെ ഡിസിപ്ലിനെയാണ്. അല്ലാണ്ട് അവിടെ എക്സ്പീരിയൻസ് ആണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പം നിങ്ങളൊരു എന്താ പറയുക, ഞാൻ പേഴ്സണലി ഒരു 10 ലോട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾ മേ ബി എന്ത് ചെയ്യും, അയാളുടെ ലോട്ട് 100 ആയിരിക്കും, അടുത്തൊരാൾ 1000 ആയിരിക്കും. മാർക്കറ്റിന് എല്ലാവരുടെ അടുത്തും ഒരേ ഇമോഷൻ ഉണ്ടാവുക. ഇമോഷൻ മീൻസ് ഒരേ ലോജിക്കായിരിക്കും മാർക്കറ്റിന് ഉണ്ടാവുക. ബട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഓരോ ആവശ്യമില്ലാത്ത എക്സ്പെക്റ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇൻഫ്ലുവൻസിങ്ങിൻ്റെ കാര്യത്തിൻ്റെ ഒരു ഡേഞ്ചറസ് ഇങ്ങനെ കിടക്കുന്നത്. ഇപ്പോൾ എത്ര ആൾക്കാർ ഇതിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, എത്ര ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ടെന്ന് എനിക്ക് എന്താ പറയുക അറിയത്തില്ല. ബട്ട് പേഴ്സണലി ഐ ഫീൽ ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ ഈ സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനൊരു ഒരു ഒരു ഫീൽ വന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും നമുക്ക് പറ്റുന്നൊരു കാര്യങ്ങളാണ്, വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് തുടങ്ങാം. മേ ബി എൻ്റെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും, ചിലപ്പോൾ ഫ്രൈഡേ ആയിരിക്കും, ഫ്രൈഡേക്ക് ശേഷമാണല്ലോ 2 day ഹോളിഡേ ഗ്യാപ്പ് വന്നിട്ട് മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ 2 ദിവസം മേ ബി ആ ഫ്രൈഡേ ലോസ് അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് സെറ്റിൽ ഒരുപാട് കാര്യങ്ങൾ വരും. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് സെൽഫായിട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളെ തന്നെ ഫോളോ അപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷനിൽ, അതായത് 3 സ്റ്റേജ് കഴിഞ്ഞ് വരുന്ന ഓരോ ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റിൽ ഒരുപാട് വരും. ആ ഫ്രൈഡേ അങ്ങ് ലോസ് ആയി കഴിഞ്ഞാൽ ആ മൈൻഡ് സെറ്റ് എന്ത് ചെയ്യും, ഓക്കെ ഇനി അടുത്ത വീക്ക് സ്റ്റാർട്ട് ചെയ്യണം മൺഡേ, അപ്പോൾ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്തതിന് ശേഷം പിന്നെ എങ്ങോട്ട് നമുക്ക് സ്വന്തം നോക്കാമെന്ന് പറയും. പക്ഷേ അന്നും എന്ത് ചെയ്യും, മേ ബി ആ ഒരു വ്യക്തിയുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ റോങ് ആയിരിക്കും. നമ്മൾക്ക് എന്ത് ചെയ്യും, മേ ബി നമ്മളെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും, മേ ബി ബൈയിങ് ആയിരിക്കാം. ആ വ്യക്തിക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, സൈക്കോളജിക്കൽ പോയിൻറ്റ്സ് ഇൻഡാക്ട് ചെയ്ത് സെല്ല് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് സെല്ല് ചെയ്യാനിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് ഇഷ്യൂസ് വരും. ചാർട്ടിൽ എനിക്ക് കറക്റ്റ് എക്സാമ്പിൾ സിറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഇതൊരു വളരെ ഒരു ഡേഞ്ചറസ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ, എന്താ പറയുക, നമ്മളാരും മനസ്സിലാക്കാണ്ട് നമ്മളെല്ലാവരും വേറെന്തോ ഇഷ്യൂ ആണെന്ന് കരുതിയിട്ട് നമുക്ക് ഡെയിലി വരുന്നൊരു ഏറ്റവും സൈക്കോളജിക്കൽ പ്രോബ്ലമാണിത്.
അപ്പോൾ ഞാൻ ഒരിക്കലും തെറ്റ് പറയുന്നില്ല, ഇൻഫ്ലുവൻസ് ചെയ്താലേ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടത്തുള്ളൂ. പക്ഷേ മാർക്കറ്റിൽ ചെയ്യേണ്ട കാര്യം മോർ അഡ്വാൻസ് ആയിട്ട് ഒരു വ്യക്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടാനോ ഒരു സോഴ്സിൽ നിന്ന് കിട്ടാനില്ല. മാർക്കറ്റിൽ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ചെയ്യുന്ന പ്രോസസ്സ് വൃത്തിക്ക് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റ് അപ്ലൈ റിവാർഡ് പേ ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ എന്താ വെച്ചാൽ ഞാൻ എന്ത് ചെയ്യുക, ഞാൻ ഇത്ര കൊല്ലം ഞാൻ അങ്ങനെയാണ്, ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 6 months 1 year ആവുന്നുള്ളൂ, അതുകൊണ്ട് എനിക്കൊരു 10 കൊല്ലം വർക്ക് ചെയ്ത ഒരാളെ എന്തായാലും ഡെയിലി ഫോളോ അപ്പ് ചെയ്യണം, അപ്പോൾ അയാൾ അത്ര ഒരു ഇമ്പാക്റ്റിൻ്റെ എനിക്ക് വരില്ല. ഓരോരുത്തർക്ക് ഓരോ ബ്രെയിൻ കപ്പാസിറ്റൻസ് ആണ്, ഓരോരുത്തർക്ക് ഓരോ പോയിന്റ് ഓഫ് വ്യൂ ആണ് മാർക്കറ്റ് റീഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു മേ ബി പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കത്തില്ല ഈവൻ നമ്മൾ സ്റ്റഡി ചെയ്ത് നമ്മൾ ലേൺ ചെയ്ത ആ വ്യക്തിയുടേത്. അപ്പോൾ എപ്പോഴും ഓൾവേസ് ഒരു ടൈം ടു ടൈം ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസിങ് കട്ട് ഓഫ് ചെയ്യുക. അപ്പോൾ ഇതൊരു എങ്ങനെ ട്രേഡിംഗ് ജേണിനെ ബാധിക്കും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് വളരെ ഒരു എന്താ പറയുക ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനമാണത്. പക്ഷേ ഇത് സംഭവിക്കുന്നത് ആർക്കും അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ മെയിൻ പ്രോബ്ലം. എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു, ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു, ഞാൻ ആ രീതിയിൽ ഇപ്പോൾ അപ്രോച്ച് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം എവിടെയാണ് എനിക്ക് ഇഷ്യൂ വരുന്നത്, എവിടെയാണ് പ്രോബ്ലം വരുന്നത്. ഒരു വീക്ക് കംപ്ലീറ്റ് നല്ലൊരുക്ക് പോകുമ്പോൾ പിറ്റത്തെ വീക്ക് ബ്രോക്കൺ ആവുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിൻ പുറത്തുള്ള ഒരു കണ്ടീഷൻ എന്താണ്, എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഭയങ്കര ഹാർഡാണ്. പിന്നെ നമ്മൾ ഇരുന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്കിത് ക്യാപ്ചർ ആവുക. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീല് വന്നു. എൻ്റെ എത്ര ആൾക്കാർ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ പേഴ്സണലായിട്ട് ഇതിൻ്റെ കമൻറ്റിൽ അറിയിക്കുക. അതായത് പേഴ്സണലി ആർക്കൊക്കെ അത് വരുന്നുണ്ട് ആൻഡ് അങ്ങനെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ളൊരു ഡീപ്പ് വീഡിയോ, ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് കാര്യങ്ങളെ മാനേജ് ചെയ്ത് സക്സസ്ഫുള്ളി മാനേജ് ചെയ്ത് എങ്ങനെ നമുക്ക് ഇതിൽ നിന്നൊരു ഈ ലൂപ്പിൽ നിന്ന് എസ്കേപ്പ് ആവാം, എങ്ങനെ ഒരു പക്കാ ഒരു ട്രസ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം, നമ്മളെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, നമ്മൾ സ്വയം പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെ ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാം, ആൻഡ് ഇൻഫ്ലുവൻസിങ് ആ ഒരു ടൈം കഴിഞ്ഞാൽ എങ്ങനെ ആ ഇൻഫ്ലുവൻസിന് കട്ട് ഓഫ് ചെയ്തിട്ട് ലൈക്ക് എങ്ങനെയൊക്കെ നമുക്ക് വളരെ സേഫായിട്ട് മാർക്കറ്റിലിരിക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഒരു ഡീപ്പ് വീഡിയോ ചെയ്യും. അപ്പോൾ നിങ്ങളെ ഒരു കമൻറ്റ് അറിയിക്കുക, ഇതിൻ്റെ ഒരു ഒപ്പീനിയൻസ് ആർക്കൊക്കെ ഇതിലൊരു തോട്ട് പ്രോസസ്സ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള അറിയിക്കുക. സോ അങ്ങനെ ഒരു ചെറിയൊരു ടോപ്പിക്, ഈ ഒരു ടോപ്പിക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഐ ഫീൽ ലൈക്ക് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ എല്ലാവരും കമൻറ്റിൽ അറിയിക്കുക ഓരോ ഒപ്പീനിയൻസ്. സോ സീ യു ഗൈസ്, ബൈ ബൈ.